ഹലോ, വീട്ടിലിരുന്ന് ദിവസം ഒരു 5 മിനിറ്റ് കൊണ്ട് ദിവസം ഒരു 500 രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരട്ടെ. അതും വളരെ സിമ്പിളായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ വീതിയിലും അതുപോലെ തന്നെ 65 അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള സാറ്റിൻ ക്ലോത്താണ് കേട്ടോ വേണ്ടുന്നത്. സാറ്റിൻ എടുക്കാം, നിങ്ങൾക്ക് കോട്ടൺ എടുക്കാം. ഇത് ക്വാളിറ്റി കുറഞ്ഞ സാറ്റിൻ റിബണാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കുക കേട്ടോ. സെയിൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കുക. അതിനുശേഷം തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പുറത്തറ്റോ ഇപ്പുറത്തറ്റോ ഒരു 1/2 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് പന്ന വശത്തോട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. നല്ല വശം നമുക്ക് അകത്ത് വരണം, അതുപോലെ തന്നെ പന്ന വശം പുറത്തോട്ടും നമ്മൾ ഇരിക്കത്തക്ക രീതി വേണം മടക്കി കൊടുക്കാൻ വേണ്ടി. രണ്ടറ്റവും നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം, 1/2 സെൻറ്റിമീറ്ററിൽ കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റത്തൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഏറ്റവും അറ്റത്തൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. തയ്യൽ മെഷീനിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഈ തയ്യൽ ഉള്ളി പോകത്തക്ക രീതിയിൽ ഇതുപോലെ നമുക്ക് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പോ കൊണ്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യാൻ വെച്ച് ടഫായിട്ട് തോന്നും, എങ്കിലും നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കയറ്റി നല്ല വശം നമുക്ക് പന്ന വശം അകത്തോട്ടും നല്ല വശം വെളിയിലോട്ടും വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല വശം നമ്മുടെ പുറത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല വശം നമുക്ക് പുറത്തോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വേണം. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നീളം വന്നിട്ട് 17 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 16 സെൻറ്റിമീറ്റർ എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ എലാസ്റ്റിക് ഇതിനകത്തൂടെ ഉള്ളിലൂടെ നമുക്കൊന്ന് കയറ്റി കൊടുക്കണം. ഇതുപോലെ പിന്ന് വെച്ച് നമ്മൾ എലാസ്റ്റിക് കുത്തിയിട്ട് നമ്മൾ പാവടയ്ക്കൊക്കെ നാട എടുത്തില്ല, അതുപോലെ തന്നെ എലാസ്റ്റിക്കിനകത്തോടൊന്ന് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. ചെറിയ എലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്, വീതി കുറഞ്ഞ എലാസ്റ്റിക്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കയറ്റി കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്, ഒന്നും അറിയാത്തവർക്ക് പോലും നമുക്ക് വീട്ടിലിരുന്ന് 10 പൈസ കണ്ടെത്താം. ഇത് മാത്രം മതിയാവും, ഈ ഒരു ബണ്ണ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. വലിയ കാശ് ചിലവില്ല കേട്ടോ. കണ്ട, എലാസ്റ്റിക് ഇങ്ങ് കയറ്റി ഈ ഒരു അറ്റമാകുമ്പോൾ നമുക്ക് ഈ രണ്ടറ്റങ്ങളും ചേർത്തൊന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. മിഷൻ തൈലോ അല്ലെങ്കിൽ സാധാ കൈത്തൈലോ എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഈ രണ്ടറ്റങ്ങളും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് തന്നെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കണം. അതിനുശേഷം വേണം തയ്ച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ. അതാണ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ വേണം തയ്ച്ച് കിട്ടാൻ വേണ്ടി. ഞാനിവിടെ കൈത്തൈലാണ് കേട്ടോ തയ്ച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ തൈൽ തന്നെ തയ്ക്കാം. അതിനുശേഷം എല്ലാം നേരെ നമ്മൾ ഇങ്ങനെ പിടിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ആ തയ്യലിൻ്റെ ആ ഭാഗമെല്ലാം അകത്തോട്ട് പോകണം. ഉള്ളിലോട്ട് പോകുമ്പോഴേ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. ആ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ആ സൈഡ് നമ്മൾ തയ്ച്ചിട്ടില്ലേ, ആ ഭാഗമെല്ലാം ഉള്ളിലോട്ട് പോകണം, എങ്കിലേ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കറക്റ്റ് ആ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ദിവസം ഒരു 10-15 എണ്ണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ പോയാലും ദിവസം ഒരു 500 രൂപ നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ വിൽക്കാതെ നമ്മൾ തന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. പൈസ ഇതുപോലെ അടുക്കി കൊടുക്കുക. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ റിബണൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റിബൺ നോക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തുണി കിട്ടും കേട്ടോ. നല്ല കോട്ടൺ തുണി. നമ്മൾ നൈറ്റിയൊക്കെ തയ്ച്ചതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ കളർഫുള്ളായിട്ടിരുന്നോളും. പിന്നെ ഒറ്റ കളർ മതിയെങ്കിൽ റിബൺ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സാറ്റിൻ ക്ലോത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ നേരെ ചൊവ്വ ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പം ബൈ.